നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ഇതുവരെ 6 തമിഴ് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇരുവർ എന്ന തമിഴ് സിനിമയായിരിക്കും ലാൽ ആദ്യമായിട്ട് അഭിനയിച്ചത്. പക്ഷെ ഗോപുരവാസലിലെ എന്ന കാർത്തിക് അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു കാമിയോ റോൾ, ഒരു പാട്ട് സീനിൽ മാത്രം നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമ 1991 മാർച്ച് 22-നാണ് ഇറങ്ങിയത്. കാർത്തിക്, സുചിത്ര, ഭാനുപ്രിയ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ ഒരു ഹിറ്റ് സിനിമയായിരുന്നു. അപ്പൊ ഈ സിനിമയില് കേളടി ആൻഡ് പാവേ എന്ന ഒരു സോങ് സീനില് നമ്മുടെ കാർത്തികിന്റെയും സുചിത്രയുടെയും കൂടെ ഒരു 1-2 സീനിൽ മാത്രം അഭിനയിക്കാനാണ് ലാലേട്ടൻ അന്ന് വന്നത്. ഈ സിനിമ ഒരു ബ്ലാക്ക് കോമഡി എന്റർടൈനർ വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു. അക്കാലത്ത് പാവം രാജകുമാരൻ എന്ന ഒരു മലയാള സിനിമ ഇറങ്ങിയിരുന്നു, നമ്മുടെ ശ്രീനിവാസന്റെ ഒക്കെ. അപ്പൊ ആ സിനിമയുടെ കുറച്ച് സബ്പ്ലോട്ടുകളൊക്കെ എടുത്ത് വെച്ച് ഇറക്കിയ ഒരു പടമായിരുന്നു ഈ പടം. ലാലേട്ടൻ രണ്ടാമതായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് 1997 ജനുവരി 14-ന് ഇറങ്ങി കോളിളക്കം സൃഷ്ടിച്ച ഇരുവർ. കൾട്ട് ക്ലാസിക് പൊളിറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ നമ്മുടെ MGRന്റെയും അതുപോലെ ജയലളിതയുടെയും കരുണാനിധിയുടെയും ഒക്കെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് മണിരത്നം ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഈ സിനിമ എഴുതിയതും മണിരത്നം തന്നെയാണ്. മണിരത്നവും സുഹാസിനിയും കൂടിയാണ് എഴുതിയത്, അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്തു. അതുപോലെ ഈ ഒരു സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു. 8 സോങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കമ്പോസ് ചെയ്ത് AR റഹ്മാനാണ്. കണ്ണை കാട്ടിക്കള്ളാതെ 1000-ൽ ഞാൻ ഒരുവൻ നറുമുഖേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അതുപോലെ ഹലോ മിസ്റ്റർ എതിർകക്ഷി, ഇങ്ങനെയുള്ള കുറെ സോങ്ങുകൾ ഇതിനകത്തുണ്ട്. ഈ സോങ്ങുകളൊക്കെ വളരെ മികച്ച ഒരു സോങ്ങുകളായിരുന്നു. ഒരു കൾട്ട് ക്ലാസിക് ഫിലിം തന്നെയാണെന്ന് പറയാം. മോഹൻലാൽ, ഐശ്വര്യ റായ്, ഗൗതമി, താബു തുടങ്ങിയവർ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമ ഒരു ക്രിട്ടിക്കലി സക്സസ് ഫിലിം ആയിരുന്നു. ലാലേട്ടൻ അഭിനയിച്ച 3ാമത്തെ സിനിമയാണ് പോപ്കോൺ. 2003-ൽ ഇറങ്ങിയ ഈ പടം അത്ര ഹിറ്റായില്ല. ഈ പടം എഴുതി ഡയറക്ട് ചെയ്തത് നമ്മുടെ നടൻ നാസർ തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ മോഹൻലാലിനെ കൂടാതെ സിമ്രാൻ, ഉർവശി, വിവേക്, ഡൽഹി ഗണേഷ്, ഇപ്പൊ അടുത്ത് മരിച്ചുപോയ ഡൽഹി ഗണേഷ് തുടങ്ങിയവർ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഒരു തമിഴ് റൊമാന്റിക് മൂവി ആയിരുന്നു. പക്ഷെ അത്തോളം പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച 4ാമത്തെ ഫിലിമാണ് ഉന്നയിപ്പോൾ ഒരുവൻ. കമൽഹാസന്റെ കൂടെ പ്രധാന വേഷം ചെയ്ത ഈ ഒരു സിനിമ ആക്ഷൻ ത്രില്ലർ ഫിലിം സക്സസ് ആയിരുന്നു. 17 കോടി മുതൽ മുടക്കിൽ ഇറങ്ങിയ ഈ ഫിലിം ഓൾ ഓവർ വേൾഡിൽ നിന്ന് 35 കോടിയോളം കളക്ഷൻ നേടിയിരുന്നു. ഈ സിനിമ ഡയറക്ട് ചെയ്ത് ചക്രി തോലറ്റി എന്നുള്ള ഒരാളാണ്. റിട്ടേൺ ബൈ നീരജ് പാണ്ഡെ. ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിം ആയിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ ഫിലിം ആയിട്ടാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ലാലേട്ടൻ അഭിനയിച്ച് 2014 ജനുവരി 10-ന് ഇറങ്ങിയ ഒരു സിനിമയാണ് ജില്ലൈ. വിജയുടെ കൂടെ അഭിനയിച്ച ഈ ഒരു സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആയിരുന്നു. ഡയറക്റ്റഡ് ബൈ RT നീസൺ. 50 കോടിയോളം മുതൽ മുടക്കിൽ ഇറങ്ങിയ ഈ സിനിമ 85 കോടിയോളം കളക്ഷൻ നേടിയിരുന്നു. അവസാനമായി ലാലേട്ടൻ അഭിനയിച്ചത് 2023-ൽ ഇറങ്ങിയ ജയിലർ എന്ന ഫിലിമാണ്. രജനീകാന്ത് സാറിനോടൊപ്പം. നെൽസൺ ഡയറക്ട് ചെയ്ത ഈ സിനിമ 200 കോടിയിലധികം ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ 650 കോടിയിലധികം നേടി വളരെയധികം ബ്ലോക്ക് ബസ്റ്റർ വിജയം സമ്മാനിച്ചിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച 6 സിനിമകളുടെ ഡീറ്റെയിൽസ്. തമിഴിൽ അഭിനയിച്ച 6 സിനിമകളുടെ ഡീറ്റെയിൽസ്.